അപ്പൊ ജീവിതത്തിൽ പഠിക്കാതെ രക്ഷപ്പെടാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ചേട്ടൻ. അങ്ങനെയും പറയാം. അതായത് രക്ഷപ്പെടാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ പഠിക്കുന്നത് നല്ലതാണ്. പ്രോ ആണെന്നൊന്നും ഞാൻ പറയില്ല, ടെക്കി ആണെന്ന് ഞാൻ പറയില്ല. ആ ഒരു 1 സെക്കൻഡ് 2 സെക്കൻഡ് നമ്മൾ പിടിച്ചിരുത്താൻ നോക്കണം, എന്നാലേ നമുക്ക് ആ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മളിനിയിപ്പോൾ എത്ര വലിയ ഇൻഫ്ലുവൻസേഴ്സ്, എത്ര വലിയ ഇനിയിപ്പോൾ അംബാനി എന്നൊരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഡബിൾ ചെക്ക് ചെയ്ത് നമ്മൾ വെരിഫൈ ചെയ്ത് ആ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. ഫോൺ എന്ന് പറഞ്ഞതല്ല പ്രശ്നം, ഞാൻ സ്മാർട്ട് ഫോൺ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫോൺ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ കാണിച്ച ഫൂട്ടേജ് സ്മാർട്ട് ഫോണിൻ്റെ ആയിരുന്നു. അതെൻ്റെ മിസ്റ്റേക്ക് അല്ല, ഞാൻ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാണുന്ന വ്യൂവേഴ്സിനും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലും നെഗറ്റീവ് വന്നതുകൊണ്ടൊന്നും ഞാൻ ഡിലീറ്റ് ആക്കില്ല. ഫേക്ക് ആയിട്ടൊരു കാര്യം പറയാതിരിക്കുക എന്നുള്ളത് അതെൻ്റെ ഒരു എത്തിക്സ് ആണ്. കാരണം ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഞാൻ റീച്ചൊക്കെ കുറേ കണ്ടതാണ്. കാരണം ഞാൻ പോസ്റ്റ് ചെയ്തൊരു 200 വീഡിയോയിൽ 50 വീഡിയോ മില്യൺ വ്യൂസ് പോയതാണ്. ഫസ്റ്റ് മില്യൺ അടിച്ച വീഡിയോ. നിങ്ങൾക്ക് ആരുടെ വേണമെങ്കിലും വാട്സപ്പ് ഹാക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ ചാറ്റ് വരെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. എന്തോ മൊഴിയുവാനുണ്ടാകുമീ മഴയ്ക്കെന്നോടു മാത്രമായി. ഇപ്പം നമുക്ക് ഒരുപാട് ജോണേഴ്സ് ഉണ്ട്. ഇപ്പം വേണമെങ്കിൽ റീൽസ് ചെയ്യാം, അല്ലാതെ എന്തെങ്കിലും ഇതേ പറഞ്ഞ പോലെ ഇൻസ്പിറേഷണൽ വീഡിയോസ് ചെയ്യാം, ജസ്റ്റ് ഡബ് സ്മാഷ് പോലെ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊന്നും ചെയ്യാതെ എന്തുകൊണ്ടാണ് ഈ ഒരു ജോണർ സെലക്ട് ചെയ്തത്? ടെക്. ടെക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇൻഫോർമേറ്റീവ്. പോളി കഴിഞ്ഞ ഒരാളെന്നുള്ള രീതിയിലാണോ? പോളി കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. പാസ്സായോ? പാസ്സല്ല, ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അല്ല, ക്ലാസ് കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ. അതും അവളുള്ളത് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. സർട്ടിഫിക്കറ്റ് ഒന്നും എടുത്തില്ല. അത് മറ്റേ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പോലും ഇല്ല. മീൻസ് ഏകദേശം 10-20 സപ്ലൈ ഉണ്ട് ഇപ്പോഴും, ഞാൻ എഴുതിയിട്ടില്ല. അപ്പൊ ജീവിതത്തിൽ പഠിക്കാതെ രക്ഷപ്പെടാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ചേട്ടൻ. അങ്ങനെയും പറയാം. അതായത് രക്ഷപ്പെടാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ പഠിക്കുന്നത് നല്ലതാണ്. ഞാൻ അങ്ങനെ ഇപ്പം ഞാൻ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എൻ്റെ ജേണിയിൽ എഡ്യൂക്കേഷൻ എനിക്ക്, അതായത് സർട്ടിഫിക്കറ്റ് വലിയ ഒരു എന്താ പറയുക ക്രൂഷ്യൽ റോളൊന്നും തന്നിട്ടില്ല. പക്ഷേ പഠിക്കുന്നവർക്ക്, ചില പഠിക്കുന്ന ആളുകൾക്ക് പഠിച്ചാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർ പഠിക്കുക. അതല്ലാതെ ചിലപ്പോൾ ഇപ്പോൾ പൃഥ്വിരാജ് ഡ്രോപ്പ് ഔട്ടാണ്, മറ്റേ വേറെ ലെവൽ ആക്ടറായി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അതുപോലെ എത്തിക്കൊള്ളുന്നില്ല. പക്ഷെ പഠിക്കുക. ബട്ട് ഞാൻ ഡ്രോപ്പ് ഔട്ടാണ്, അത്രേ ഉള്ളൂ. സോ ഇങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മളൊരു ഗ്യാങ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊരു എബോ ഏവറേജ് നോളജ് ഉണ്ടാവും. അപ്പോൾ ചിലവർ കുഴപ്പമില്ലാതെ ഫോട്ടോ എടുക്കും, ചിലവർക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിൽ, ഇപ്പോൾ ചിലർ കുക്ക് ചെയ്യുന്നവരുണ്ടാവും, ചിലർക്ക് എന്തെങ്കിലും ഒരു നോളജ് കുറച്ച് കൂടുതലുണ്ടാവും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ടെക് റിലേറ്റഡ് ആയിട്ട് എബോ എവറേജ് നോളജ് എനിക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എങ്ങനെയാണ് ഒരു PDF മെർജ് ചെയ്യുക, അല്ലെങ്കിൽ എടാ ഇതിന് പറ്റിയൊരു ആപ്പ് ഏതാണ് എന്നുള്ളതൊക്കെ ചോദിക്കുന്നത് എന്നോടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, നമ്മൾ ഇതിൽ ഞാൻ അത്യാവശ്യം ഞാൻ പ്രോ ആണെന്നൊന്നും ഞാൻ പറയില്ല, ടെക്കി ആണെന്ന് ഞാൻ പറയില്ല. പക്ഷേ നമ്മളൊരു ഗ്യാങ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു എബോ ആവറേജ് എനിക്കിതിൽ നോളജ് ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റുള്ളവർ നമ്മുടെ അടുത്ത് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുമല്ലോ. അങ്ങനെയാണ് ഈ ഒരു ശരി നമ്മൾ മറ്റുള്ള ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുന്നത് വൈഡായിട്ട് പബ്ലിക്കിനോട് പറയാം എന്ന് വിചാരിച്ചു. ആ ഒരു തോട്ട് മാത്രമേ എൻ്റെ അടുത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് വീഡിയോസ് എടുത്താലും ഞാൻ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പബ്ലിക്കിലോട്ട് ഷെയർ ചെയ്യുക. സിമ്പിൾ, അത്രേ ഉള്ളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പബ്ലിക്കിനെ അറിയുന്നു, അത്രേ ഉള്ളൂ. സിമ്പിൾ. ഓക്കെ. എപ്പോഴെങ്കിലും അങ്ങനെ വന്നൊരു പ്രോഡക്റ്റ് തിരിച്ചയക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ. കാരണം നമുക്ക് പ്രൊഡക്റ്റ് വരും. ഞാൻ ആക്ച്വലി ഒരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്തിട്ടേ റിവ്യൂ ചെയ്യാറുള്ളൂ. കാരണം എനിക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു വാച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രൊമോഷന് വേണ്ടിയിട്ട്. ഞാനത് വെയർ ചെയ്തു. പക്ഷേ ഒരു 2 ദിവസം യൂസ് ചെയ്തപ്പോൾ എൻ്റെ കൈയൊക്കെ പൊള്ളി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഓക്കെ, പക്ഷേ ആ ഒരു പ്രൊഡക്റ്റ് എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഓക്കെ, നമ്മൾ മറ്റുള്ളവർ നല്ലതെന്ന് പറഞ്ഞത് കണ്ടിട്ട് നമുക്കൊരിക്കലും ആ ഒരു പ്രൊഡക്റ്റ് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളത് യൂസ് ചെയ്ത് നോക്കി കറക്റ്റ് ആണെങ്കിൽ മാത്രം പ്രൊമോട്ട് ചെയ്യുക. കാരണം നമ്മളെ ബാധിക്കുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ ഒരുപാട് നാളൊന്നും നമുക്ക് ഫേക്ക് ആയിട്ടൊരു പ്രൊഡക്റ്റൊന്നും പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ആളുകൾക്ക് എത്രത്തോളം അവരത് മനസ്സിലാക്കുന്ന അറിയില്ല. പക്ഷേ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ എത്ര ഫേക്ക് ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ പ്രസൻ്റായിട്ട് എന്ത് പ്രൊഡക്റ്റ് കിട്ടിയാലും ഞാനത് യൂസ് ചെയ്ത് നോക്കും. എനിക്കത് ഓക്കെ ആണെങ്കിൽ പ്രൊമോട്ട് ചെയ്യും, അല്ലെങ്കിൽ
അവരോട് കൊണ്ടുപോകാൻ പറയും. ഇപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സായി പല്ലവി ഇതേപോലെ ഒരു ആഡ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ ഒരു ന്യൂസ് കേട്ടിരുന്നോ? ഈ ഒരു ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് സ്കിന്നിന് എന്ന് പറഞ്ഞിട്ട് ആളുടെ അടുത്തൊരു ആഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷെ എത്ര കോടികൾ കൊടുത്തിട്ടും പുള്ളിക്കാരത്തി സമ്മതിച്ചില്ല. അപ്പൊ അതിനെ പറ്റി എന്താണ് ഒപ്പീനിയൻ? അതിനെപ്പറ്റിയാണോ അത് എന്നെ കുറിച്ചാണോ? അല്ല, അതിനെപ്പറ്റി എന്താണ് ഒപ്പീനിയൻ? ഷീ ഡിഡ് ദ സെയിം തിങ് വാട്ട് യു ഡിഡ്. അത് എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഒരു പേഴ്സണൽ എത്തിക്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ അവരെ സംബന്ധിച്ച് അറിയാം, അവരൊരു ആ ഒരു ഫേസ് ക്രീം പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലക്ഷക്കണക്കിന് ആളുകൾ വാങ്ങിക്കുന്ന അവർക്ക് അറിയാം. അപ്പോൾ ഇപ്പോൾ ചില ആളുകൾ അത് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും. കാരണം ഞാനിപ്പോൾ ഇഷ്ടംപോലെ ഇപ്പോൾ നമ്മൾ റീൽസ് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ തന്നെ എത്ര റീൽസ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എത്ര പ്രൊമോഷൻസ് കണ്ടിട്ടുണ്ടാവും ഇതേപോലെ. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, നല്ല ക്യാഷ് കിട്ടും. പക്ഷെ ഇപ്പൊ നമ്മൾ അതിനല്ലേ പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള ഒരു ടാഗ് വെക്കുന്നത് അതിന്റെ ഇടയിൽ. അങ്ങനെ വെച്ചിട്ട് നമുക്കത് ചെയ്താൽ പോരെ? പെയ്ഡ് പ്രൊമോഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊമോഷൻ്റെ എത്രത്തോളം എനിക്ക് അറിയില്ല. ഈ പ്രൊമോഷൻ ചെയ്യുന്നതിൻ്റെ മെയിൻ പ്രശ്നം തന്നെ നമുക്കതിൻ്റെ നെഗറ്റീവ്സ് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ആക്ച്വലി ഈ ഒരു റീസൺ കൊണ്ട് മാത്രം ഞാനിപ്പോൾ പ്രൊമോഷൻസ് നന്നായിട്ട് കുറച്ചു. ഓക്കെ, ഞാൻ ഇപ്പോൾ പലവട്ടം ഞാൻ ചില ഫോണുകൾ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഓൾറെഡി പ്രൊമോഷൻ തരുന്ന നല്ല ഫോണുകൾ വരെ തരാതെ ആകുന്നൊരവസ്ഥ വന്നു. അപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ ഇട്ട് ചെയ്താലും ചിലപ്പോൾ അധികം ആളുകളൊന്നും നോട്ടീസ് ചെയ്യില്ല. ജനറൽ ഓഡിയൻസ് ആണ്, അവർ ആ വീഡിയോയിൽ പറയുന്ന ആൾ എന്താണോ പറയുന്നത് അതേ കേൾക്കുള്ളൂ. ഇപ്പം നിങ്ങൾ എത്രയൊക്കെ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാലും ആ പറയുന്ന ആളെയല്ലേ വിശ്വസിക്കുള്ളൂ. ഓക്കെ, അവർ നല്ലത് പറഞ്ഞാൽ ഓക്കെ ഇത് നല്ലതായിരിക്കും. എല്ലാവർക്കും വിസിബിൾ ആയിരിക്കണം എന്നില്ല. ഇല്ല, ചിലപ്പോൾ ചിലവർ പെയ്ഡ് പ്രൊമോഷൻ കൊടുക്കാറേ ഉണ്ടാവില്ല. അങ്ങനെ കൊടുത്താൽ പോലും ചിലപ്പോൾ അത് നോട്ടീസ് ചെയ്യണമെന്നില്ല. പക്ഷേ ഇതൊക്കെ നമ്മളുടെ എത്തിക്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് പെയ്ഡ് പ്രൊമോഷൻ കൊടുക്കാം. പക്ഷേ ഡിപ്പെൻഡ്സ് ഓൺ ദി എത്തിക്സ്. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മീൻസ് വർത്ത് അല്ലാത്ത അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നുണ്ടാണല്ലോ ഞാൻ ചെയ്യാത്തത്. അല്ലെങ്കിൽ എനിക്ക് ചെയ്യാലോ. കാരണം ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ എനിക്കൊരു അന്ന് ഞാൻ വാടക വീട്ടിലായിരുന്നു. അത്രയും എത്ര നമുക്ക് ഒരു ലോവർ സ്റ്റേജിലോട്ട് പോകുമ്പോൾ അത്രയും ലോ സ്റ്റേജിലായിരുന്നു. കാരണം അന്ന് ജോലിയില്ല, സാലറി ഇല്ല, അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരുന്നു. വാടക മൊത്തത്തിലൊരു ലോ സെറ്റപ്പായിരുന്നു. അന്ന് എനിക്ക് ഒരു ഗെയിമിങ്ങിൻ്റെ ഒരു പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഏകദേശം ഒരു 20 ലാക്കാണ് എനിക്ക് ഓഫർ ചെയ്തത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ച് എനിക്ക് ആ ഒരു പ്രൊമോഷൻ എടുക്കാവുന്നതേ ഉള്ളൂ. കാരണം എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആ ഒരു സമയത്ത് തീരുമായിരുന്നു. ഓക്കെ, പക്ഷെ ഞാനത് ചെയ്യാതിരുന്നത് എനിക്കത് തെറ്റാണെന്ന് തോന്നിയതുകൊണ്ടല്ലേ. അപ്പോൾ ഞാൻ ആ ഒരു കാര്യം എൻ്റെ ഫ്രണ്ട്സിനോടോ എൻ്റെ റിലേറ്റീവ്സിനോടോ ഞാൻ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യം ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് പറയുക? സോ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഏറ്റവും ലോസ്റ്റ് പോയിന്റിൽ ഞാൻ അതിനോട് നോ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു 50,000 1 ലക്ഷം എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് സിമ്പിളായിട്ട് നോ പറയാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. അത് എനിക്ക് തെറ്റാണെന്ന് തോന്നുന്നതുകൊണ്ടാണ്. അതെല്ലാവർക്കും അങ്ങനെ തോന്നിക്കൊള്ളുന്നില്ല. ലോങ് റണ്ണിലേക്ക് ഇതാണ് നല്ലതെന്ന് തോന്നുന്നുണ്ടോ? ഫേക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അതെ, ഉറപ്പായിട്ടും. കാരണം നമുക്ക് കുറച്ച് നാളൊക്കെ നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റും, നല്ല ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും, ഒറ്റയടിക്ക് നമുക്ക് സെറ്റ് ആവാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് ഒരുപാട് നാൾ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, അത് ഷുവറാണ്. ഇപ്പൊ ഇങ്ങനെ ഒരുപാട് പേർക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇൻഫ്ലുവൻസർ ആവണം, കോണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്ന് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു 3 സ്റ്റെപ്സ് അവർ ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്താണ്? കോണ്ടന്റ് ക്രിയേറ്റർ, ഇൻഫ്ലുവൻസർ. ഓക്കെ, രണ്ടാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫസ്റ്റ് നമ്മളുടെ ആ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരാളെക്കാളും മുകളിൽ എന്താണ് നമുക്ക് നോളേജ് ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് കഴിവാണ്, എന്ത് സ്കില്ലാണ്, നമുക്ക് എന്താണ് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവരുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുള്ളത് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫൈൻഡിങ് ദ നീഷ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം തന്നെ. അപ്പോൾ ചിലവർക്ക് ഇപ്പോൾ ഫോട്ടോഗ്രാഫി ആയിരിക്കും, ടെക്കിൽ നല്ല നോളജ് ഉണ്ടാവും, കുക്കിംഗ് ആയിരിക്കും. സോ ഇതിലേതിലാണോ നമ്മൾ കുറച്ചുകൂടി നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടിയിരുന്നു, അതായത് നമ്മളെ ഫ്രണ്ട്സൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും. അതാണ് ഏറ്റവും നല്ലൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സ് നമ്മളുടെ ഈ ഒരു കാര്യം, എടാ ഇത് അടിപൊളിയാട്ടോ, നീ ഫോട്ടോ എടുക്കുന്ന അടിപൊളിയാണ്, അല്ലെങ്കിൽ നീ കുക്ക് ചെയ്യുന്ന അടിപൊളിയാണ്, അല്ലെങ്കിൽ നീ ഇന്ന കാര്യത്തിൽ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം ആരുടെയെങ്കിലും ലൈഫിലൊക്കെ ഉണ്ടാവും. ഇത് ആക്ച്വലി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇതാണ് നമ്മളുടെ സ്കില്ല്. ഓക്കെ, നെക്സ്റ്റ് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ സ്കില്ല് ഫൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു കഴിവ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് നമ്മളുടെ ഓഡിയൻസ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഏത് ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ടെക്ക് എന്ന് നമുക്കൊരു മെയിൻ കാറ്റഗറി ഉണ്ടെങ്കിലും നമുക്കതിനെ പല ചെറിയ ചെറിയ
കാറ്റഗറി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടെക് എന്ന് പറയുമ്പോൾ തന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോ മാത്രം ചെയ്യുന്നവരുണ്ട്, ഇപ്പോൾ ഒരു AI പ്രോംപ്റ്റ് മാത്രം ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ ടെക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇപ്പോൾ ഗാഡ്ജറ്റ് മാത്രം ചെയ്യുന്നവരുണ്ട്, ഫോണിനെ കുറിച്ച് മാത്രം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിലേതാണ് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഏതാണെന്ന് നോക്കാം, എന്നിട്ട് അത് ചൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മൊബൈൽ ഫോണിനെ കുറിച്ച് നന്നായിട്ട് അറിയാം എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ആ ഒരു സബ് കാറ്റഗറി സെലക്ട് ചെയ്യുക. നമ്മളുടെ ഓഡിയൻസ് അപ്പോൾ മൊബൈൽ ഫോൺ ഇഷ്ടപ്പെടുന്നവരും അത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് അറിയാൻ ആഗ്രഹം, അതായത് നമ്മളെപ്പോഴും ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിക്കണം, എന്നാലേ നമുക്ക് നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുക, വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ഇത് സിമ്പിൾ പരിപാടിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ പരിപാടിയാണ്, പക്ഷെ എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. അതെ. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഓഡിയൻസിന് എന്താണോ വേണ്ടത്, നമ്മൾ ആരെയാണോ ടാർഗറ്റ് ചെയ്തത് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. അത്രേ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒരുപാട് റീൽസിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് 3 സെക്കൻഡ്സ് എന്ന് പറയുന്ന ഹുക്ക് സെക്കൻഡ്സ് ആണ്. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും. കാരണം ഹുക്കാണ്, എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ഹുക്കാണ് നമ്മൾ ആ ഒരു വീഡിയോ കാണണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാക്കേജ് കണ്ടിട്ടായിരിക്കും, ചിലപ്പോൾ നല്ല അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടായിരിക്കും. സോ ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു 3 സെക്കൻഡിന് ശേഷമുള്ളതായിരിക്കും. അത് ഫുള്ളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഈ 3 സെക്കൻഡിൽ നമ്മൾ ആ ഒരു അറ്റൻഷൻ നമ്മൾ ഗ്രാബ് ചെയ്യണം. കാരണം ഇപ്പോൾ 3 സെക്കൻഡ് ഒന്നും ഇല്ല, ആക്ച്വലി ഒരു സെക്കൻഡ് 2 സെക്കൻഡിനുള്ളിലാണ് ഇപ്പോഴത്തെ ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ ഒരു 1 സെക്കൻഡ് ഇപ്പോൾ കിട്ടുള്ളൂ, 3 സെക്കൻഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു 1 സെക്കൻഡ് 2 സെക്കൻഡ് നമ്മൾ പിടിച്ചിരുത്താൻ നോക്കണം, എന്നാലേ നമുക്ക് ആ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പം ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴെങ്കിലും പോസ്റ്റ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇത് വേണ്ടായിരുന്നു, പോസ്റ്റ് ചെയ്ത വീഡിയോയോ ഫോട്ടോയോ എന്തെങ്കിലും? ഫോട്ടോ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല, വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിന്റെ ബേസിസിലായിരുന്നു? ചിലത് ക്വാളിറ്റിൻ്റെയാണ്, അതല്ലാതെ ഞാൻ ആത്മാർത്ഥമായിട്ട് വീഡിയോ ക്വാളിറ്റി അതിൽ ഇപ്പോൾ ടു ബി ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ ഒരു വീഡിയോ 2 വീഡിയോ ഞാൻ ചെയ്തതിൽ ഡിലീറ്റ് ആക്കണം എന്ന് തോന്നിയിട്ട് ചെയ്തൊരു കാര്യം, അതായത് ഇത് പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീഡിയോ ഫസ്റ്റ് ഞാൻ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യുന്ന സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. നമുക്കതിന് ആ സമയത്ത് അത്ര വലിയ നോളജ് ഒന്നുമില്ല. നമ്മൾ ഇൻഫർമേഷൻസ് ചിലപ്പോൾ ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ അത് മാത്രം ചെയ്താൽ പറ്റില്ല, നമ്മൾ വീണ്ടും കുറേ റിസർച്ച് ചെയ്ത് ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ വരും. അപ്പം ഞാൻ അന്ന് ചെയ്തതിലൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അത്യാവശ്യം നല്ലൊരു ക്രിയേറ്റർ ചെയ്തൊരു വീഡിയോ, അപ്പോൾ നമ്മൾ ഇൻഫോർമേറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ആര് ചെയ്ത വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൽ പറയുന്നൊരു ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ അതേപോലെ കോപ്പി അടിച്ച് ചെയ്യുന്നൊരു പരിപാടി ഞാൻ ചെയ്യാറില്ല. ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പറയേണ്ട കാര്യം എൻ്റെ സ്റ്റൈലിൽ ഞാൻ പറയും. അപ്പോൾ ഞാനൊരു കണ്ടന്റ് കണ്ടു, അത്യാവശ്യം നല്ലൊരു കാര്യമായിട്ട് തോന്നി, അത് ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ചെറിയൊരു ടിപ്പാണ് ആക്ച്വലി. അപ്പോൾ അത് ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ചാറ്റ് എന്തോ ഹൈഡ് ചെയ്യുന്നൊരു സംഭവമായിരുന്നു. പക്ഷേ ആക്ച്വലി ഇത് ഹൈഡ് ആവില്ല, ആ ഒരു മെസ്സേജ് വന്ന് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ചാറ്റ് വിസിബിൾ ആയിട്ട് തന്നെ വരുമായിരുന്നു. പക്ഷേ ഈ വീഡിയോ ഫസ്റ്റ് ഞാൻ കണ്ട ആ ഒരു ആൾ അതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് കറക്റ്റ് ആണെന്ന് വിചാരിച്ചു. ഞാൻ ഡബിൾ ചെക്ക് ചെയ്യാതെ ആ ഒരു വീഡിയോ ചെയ്തു. പിന്നീട് കമൻസ് വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം അതിലുണ്ടെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയത്. അന്ന് ഞാൻ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തു. പക്ഷെ അതിൽ ഞാൻ പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിനിപ്പോൾ എത്ര വലിയ ഇൻഫ്ലുവൻസേഴ്സ്, എത്ര വലിയ ഇനിയിപ്പോൾ അംബാനി എന്നൊരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ ഡബിൾ ചെക്ക് ചെയ്ത് നമ്മൾ വെരിഫൈ ചെയ്ത് ആ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ ആ ഒരു വീഡിയോ ഡിലീറ്റ് ആക്കി. അതിൽ നല്ലൊരു പാഠമായിരുന്നു എന്നെ സംബന്ധിച്ച്. പിന്നെ ഞാൻ ആ ഒരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ രണ്ടാമത്തെ വീഡിയോ ഞാൻ ഡിലീറ്റ് ആക്കിയൊരു വീഡിയോ, അല്ലെങ്കിൽ ഡിലീറ്റ് മസ്റ്റായിട്ട് ചെയ്യണം എന്നൊരു തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ആക്ച്വലി ഒരു ഷോപ്പിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലൊരു ഫോൺ ഫ്രീ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അല്ലല്ല ഫോൺ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരത് ഫോൺ എന്ന് പറഞ്ഞപ്പോൾ അത് ഫീച്ചർ ഫോണാണോ സ്മാർട്ട് ഫോണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ സമയത്ത് കുറേ ബീഡ് റോൾസ് ഒക്കെ ഷൂട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അതൊരു ഫീച്ചർ ഫോണാണ് അവർ കൊടുക്കുന്നതെന്നുള്ളത് ഞാൻ തന്നെ അറിയുന്നത്. കാരണം അതിൽ ഫോണെന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫുള്ള് കമൻറ്റ് വന്നു. അങ്ങനെ കമൻറ്റ് വന്ന് എന്തായാലും ഞാൻ കുറേ തെറിയൊക്കെ കേട്ടു. അത് കാരണം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മളാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിട്ട് അത് വാങ്ങാൻ പോയി കഴിഞ്ഞ് നമ്മൾ പണി കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും ദേഷ്യം വരും. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും കേട്ട തെറിയല്ലേ ഞാനത് കേട്ടു. കാരണം ഞാൻ
കേൾക്കേണ്ടതാണെന്നുള്ളൊരു ബോധം എനിക്ക് ഉണ്ടായി. അതും ആ ഒരു വീഡിയോ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അവരെ വിളിച്ച് സംസാരിച്ചിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് ഇത് പറഞ്ഞില്ല എന്ന് ചോദിച്ചു. ഇല്ല, അത് നമ്മളുടെ മിസ്റ്റേക്ക് അല്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് ഫോണിൽ മെൻഷൻ ചെയ്തല്ലോ. അവർ ഫോണിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചോദിക്കേണ്ടതും അത് ആ വീഡിയോയിൽ ഫോണിന് പറഞ്ഞതല്ല പ്രശ്നം. ഞാൻ സ്മാർട്ട് ഫോൺ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫോണെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ കാണിച്ച ഫൂട്ടേജ് സ്മാർട്ട് ഫോണിന്റെ ആയിരുന്നു. അത് എന്റെ മിസ്റ്റേക്ക് അല്ല. ഞാൻ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാണുന്ന വ്യൂവേഴ്സിനെയും പറഞ്ഞിട്ട് കാര്യമില്ല. ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഈ ഇട്ട വീഡിയോസിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമന്റ് വന്നത് കൊണ്ട് മാത്രം ഡിലീറ്റ് ചെയ്തോ? അത് ഈ വീഡിയോ തന്നെയാണ്. ഇത് തന്നെയാണ്. ഇല്ലില്ല, ഞാൻ അങ്ങനെ മാക്സിമം നെഗറ്റീവ് വരാൻ മാത്രമുള്ളതൊന്നും അങ്ങനെ വരാറില്ല. ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും നെഗറ്റീവ് വന്നതുകൊണ്ടൊന്നും ഞാൻ ഡിലീറ്റ് ആക്കില്ല. ഇപ്പൊ നിങ്ങൾ ഏത് വീഡിയോ എടുത്ത് നോക്കിക്കോ, ഞാൻ ചെയ്യും. ഇനി ഏത് വീഡിയോ എടുത്ത് നോക്കിക്കോ, ഒരു വീഡിയോന്റെ കമന്റ് ബോക്സ് ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ടാവില്ല. കാരണം അതിൽ തെറി പറയുകയാണെങ്കിലും ഞാൻ കേൾക്കും, നല്ലത് പറയുകയാണെങ്കിലും കേൾക്കും. കാരണം നല്ലത് പറയുമ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തെറ്റെന്ന് പറയുമ്പോൾ അത് അറ്റ്ലീസ്റ്റ് കാണാനും പറയാനുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കണം. അല്ലാതെ ചുമ്മാ കമന്റ് വന്നാൽ പിന്നെ കമന്റ് ബോക്സ് മീൻസ് ഓഫാക്കി കളയാന്നുള്ളൊരു സംഭവം ഞാൻ ചെയ്യാറില്ല പേഴ്സണലി. അത് നമുക്ക് ഒരു എത്തിക്സ് ഉണ്ടല്ലോ. അപ്പൊ ഈ കുറേ നേരം ഞാൻ കേട്ടൊരു വാക്കാണ് എത്തിക്സ്. അപ്പൊ ഇത്രയും കാലം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുറച്ച് എത്തിക്സ് എന്തൊക്കെയായിരുന്നു? ഫോളോ ചെയ്യുന്ന എത്തിക്സ് ഈ പറഞ്ഞതിലുള്ള എത്തിക്സ് ഒക്കെ തന്നെയാണ്. നമുക്ക് വീഡിയോ ഫേക്ക് പ്രോഡക്ട്സ് അല്ല, പെയ്ഡ് പ്രൊമോഷൻ ഞാൻ എടുക്കുകയാണെങ്കിലും ആ പ്രൊഡക്റ്റ് ഞാൻ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ 2, വീഡിയോ ജെനുവിനായിട്ട് തന്നെ ചെയ്യാന്നുള്ളതാണ് എത്തിക്സ്. അതായത് നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഫേക്ക് ആയിട്ടൊരു കാര്യം പറയാതിരിക്കുക എന്നുള്ളത് അതെൻ്റെ ഒരു എത്തിക്സ് ആണ്. കാരണം ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ചില ലേറ്റസ്റ്റ് വീഡിയോ ഒക്കെ വരുമ്പോൾ എനിക്ക് വേണമെങ്കിൽ നല്ല ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാക്കി ഫേക്ക് എന്ന രീതിയിലൊക്കെ എനിക്ക് പറയാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ആക്ച്വലി ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഞാൻ റീച്ചൊക്കെ കുറേ കണ്ടതാണ്. കാരണം ഞാൻ പോസ്റ്റ് ചെയ്തൊരു 200 വീഡിയോയിൽ 50 വീഡിയോ മില്യൺ വ്യൂസ് പോയതാണ്. ഓക്കെ, അയ്യോ, ഫസ്റ്റ് മില്യൺ അടിച്ചത് അതൊരു ഫണ്ണി വീഡിയോ ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഫസ്റ്റ് മില്യൺ അടിച്ച വീഡിയോ ഒരു ഫണ്ണി വീഡിയോ ആണ്. ലൈക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആരുടെ വേണമെങ്കിലും വാട്സപ്പ് ഹാക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ ചാറ്റ് വരെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. എന്നിട്ട് ലൈക്ക് അതൊരു ഫണ്ണി ആയിട്ട് ചെയ്താണ്, അല്ലാതെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ചെയ്തൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ എങ്ങനെയാണത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നൊരു കോഡ് ടൈപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു LLESH എന്ന് പറയുന്ന ഒരു റാൻഡം ആയിട്ടുള്ള വേർഡായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്തു. അപ്പോൾ വാട്സപ്പിൽ നമ്മളത് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാട്സപ്പ് ചാറ്റ് നമുക്ക് അവരുടെ ആ ഒരു വാട്സപ്പ് നമുക്ക് ഹാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തു. ട്രൈ ചെയ്ത് നോക്കി, എൻ്റെ ഫ്രണ്ട്സ് വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സംഭവം വന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഞാൻ പറയുന്നത്, അതിൻ്റെ കമൻറ്റ് ബോക്സിലോ ആ വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്, ഇനി അതൊന്ന് തിരിച്ച് വായിച്ച് നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ച് വായിച്ചാൽ കിട്ടുന്നത് ലേശം ഉളുപ്പ് എന്നായിരുന്നു ആ ഒരു വേർഡ്, അല്ലാതെ അത് ഹാക്ക് ചെയ്യാൻ പറ്റുമൊന്നും ആയിരുന്നില്ല. സോ ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ട് ചെയ്തേ ഉള്ളൂ. ആ ഒരു വീഡിയോ അതാണ് മില്യൺ അടിച്ചത്. മില്യൺ ഒക്കെ അടിച്ചപ്പോ ഒരു പബ്ലിക് ഫെയിം ആയിട്ട് നിൽക്കുകയാണ്. അത്ര വലിയ ഫെയിം ഒന്നും അല്ല. ബട്ട് സ്റ്റിൽ യു ഹാവ് 6 lakh ഫോളോവേഴ്സ് ഇൻ യുവർ ഇൻസ്റ്റാഗ്രാം പേജ്. അതൊരു ഫെയിം തന്നെയാണ്. ഓക്കെ, അങ്ങനെ നിൽക്കുന്ന ഈ ഒരു ടൈമിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഹാപ്പിയാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ തുടങ്ങിയ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഇതെന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് എന്തോ ആണ്. കാരണം ഞാൻ ഈ ഒരു പേജ് തുടങ്ങുമ്പോൾ എൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം, അതായത് നമ്മൾ ലൈഫ് ലോങ് വീഡിയോ ചെയ്താലും ഒരു 1 lakh ഫോളോവേഴ്സ് എത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ അൾട്ടിമേറ്റ് എയിം. 6 lakh എത്തി. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ എത്രയോ കൂടുതലാണ് എനിക്ക് ആ ഒരു ഫോളോവേഴ്സ് ആണെങ്കിലും ആ ഒരു സപ്പോർട്ട് ആണെങ്കിലും എല്ലാം കിട്ടിയത്. സോ ഒരുപാട് ഹാപ്പിയാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇതാ ചേട്ടനല്ലേ, ഇതാ ഗോകുലല്ലേ, സിംപ്ലിഫൈഡ് ഗോകുലല്ലേ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നല്ല സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ രസമാണ്. ആർക്കാണ് ഇഷ്ടപ്പെടാത്ത അങ്ങനത്തെ ഒരു കാര്യമൊക്കെ? നമുക്ക് ഇഷ്ടമാണ്, ഹാപ്പിയാണ്. അത് എൻജോയ് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫീൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും. ഓക്കെ, അപ്പം ഇതേപോലെ ഇതേ എത്തിക്സ് ഫോളോ ചെയ്ത് ഇനിയും വരും വർഷങ്ങളിൽ വീഡിയോസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് പ്രോമിസ് എന്നൊരു കാര്യമുണ്ട്, ഞാൻ മറന്നിട്ടില്ല. പാട്ട് ഏത് പാട്ടാണെന്നുള്ളതാണ് പ്രശ്നം. ഏത് പാട്ടായാലും കുഴപ്പമില്ല. ഈ ഒരു വോയിസിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വോയിസും കൂടി ഈ വീഡിയോസ് റീച്ച് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഈ വോയിസിൽ എല്ലാ പെൺകുട്ടികളും വീണു, സത്യമായിട്ടും. യെസ്, ഇത്രയ്ക്ക് നോക്കണ്ടായിരുന്നു.
പൊക്കിയതല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എന്തായാലും സൗണ്ട് നന്നായിട്ട് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കാരണം അത് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ മനസ്സിലായി. ഈ പാട്ടിൽ ആ ഒരു സൗണ്ട് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. ഏത് സൗണ്ട് ആയിരുന്നു ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. എന്തോ മൊഴിയുവാനുണ്ടാകുമീ മഴയ്ക്കെന്നോടു മാത്രമായി ഏറെ സ്വകാര്യമായി പണ്ടു തൊട്ടേ എന്നോ. അയ്യോ, അത്ര എനിക്ക് അറിയുള്ളൂ. പക്ഷെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. ആണോ? ഞാനിത് അത്ര പാടുന്നൊരു പാട്ടൊന്നുമല്ല. പക്ഷെ ഞാൻ വേറെ ഒരു പാട്ടിടയ്ക്ക് സ്ഥിരം പാടുമായിരുന്നു. മറന്നു. ഞാൻ ഓർമ്മ വരികയാണെങ്കിൽ ഞാൻ പാടാം. അത് ഇനി ഇന്ന് ഇവിടുന്ന് പോകുന്നവരെ ഓർമ്മ വരില്ല. ഇപ്പൊ ഞാൻ ഈ ഒരു സ്റ്റൈലിനെ പറ്റി ചോദിക്കട്ടെ. മുടി ഇങ്ങനെ വളർത്താൻ ആരുടെ ഒരു തീരുമാനമായിരുന്നു? സ്വന്തമായിട്ട് എന്റെ തീരുമാനമായിരുന്നു. കാരണം ഞാന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അടിപൊളിയാണ് മുടിയെന്ന്? മുടി മുമ്പോ ഇപ്പോഴോ? എപ്പോഴായാലും മുടി പറയാറൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മുടി എൻ്റെ ഈ ടൈപ്പ് മുടി ആയിരുന്നില്ല. കുറച്ച് മുമ്പ് വരെ അത്യാവശ്യം നീറ്റായിട്ട് വെട്ടി ഒതുക്കി അത്യാവശ്യം ആ ഒരു ടൈപ്പ് ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്ക് ആഗ്രഹമായിരുന്നു മുടി വളർത്തി കെട്ടണം എന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലവ് ടൈമിലൊക്കെ വന്നിട്ട് എപ്പോഴാണ് ഇവളുടെ വീട്ടിൽ ഓക്കെ പറയാന്നറിയില്ല. ആ ഒരു സമയത്തൊക്കെ മുടിയൊക്കെ വളർത്തി നമ്മൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും നടക്കില്ല. ചിലപ്പോ അതായത് ഈ മുടി വളർത്തുന്നതല്ല പ്രശ്നം, ഇതുവരെ എത്തുന്നത് വരെ ചിലപ്പോൾ അത്രയും എന്താ പറയാ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ ഓക്കെ ഇത് കെട്ടി വെക്കുമ്പോൾ ഓക്കെ കുറച്ച് നീറ്റായിട്ടൊക്കെ ഉണ്ട് നോക്കി. പക്ഷെ ഇതിന്റെ ഇടയിലുള്ളൊരു ടൈമില് അത്രയും കൂതറ ലുക്കായിരിക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സമയത്ത് അതെ അതെ അതെ. അപ്പൊ ഞാനത് ആ സമയത്ത് വേണ്ട വെച്ചു. ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ശരി മുടി വളർത്താം. അപ്പൊ കുറച്ചേരം കുറച്ച് കേൾ ചെയ്തിട്ട് നടന്നു. പിന്നെ ഇപ്പോ കെട്ടാൻ വരുന്നൊരു ലെവലായപ്പോ മുടി കെട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിനും പാട്ടുകാരനല്ലാതിരുന്നിട്ട് പോലും ഞങ്ങൾക്ക് വേണ്ടി പാടിയതിനും ഒരുപാട് ഒരുപാട് താങ്ക് യു. ആൻഡ് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ ലാസ്റ്റ് ആയിട്ട്? പ്രേക്ഷകരോട് ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്ര നേരം എന്നോടും പ്രേക്ഷകരോടും കൂടി പ്രേക്ഷകരോട് മാത്രം പറയുകയാണെങ്കിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ഇൻഫ്ലുവൻസേഴ്സ് ആണ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ആര് വന്ന് എന്ത് പറഞ്ഞാലും കണ്ണും പൊട്ടി വിശ്വസിക്കാതിരിക്കുക. ഇൻക്ലൂഡിങ് ഞാൻ പറഞ്ഞാൽ പോലും അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്ത് ഒരു കൺക്ലൂഡ് ചെയ്തിട്ട് മാത്രം ഒരു പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി എല്ലാവരോടും പറയാനുള്ളത്. കാരണം ഇപ്പോൾ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ട്. സോ ആ ഒരു കാര്യം ആരാണെങ്കിലും അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും എന്നെ ഈ ഒരു ഇൻ്റർവ്യൂക്ക് ഇൻവൈറ്റ് ചെയ്ത അന്നയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്നെ ആദ്യമായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന ആളാണ് അന്ന. അപ്പൊ എന്തായാലും അതിലൊരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോ എത്ര അതെ സത്യം ഇല്ല പക്ഷെ വെയിറ്റ് ചെയ്യിപ്പിച്ചു, അത് മാത്രമേ പ്രശ്നമുള്ളൂ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് കൊടുക്കുന്നതും അല്ലെങ്കിൽ വൈകിപ്പിക്കുന്നതൊക്കെ ഞാനായിരിക്കും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഈ ആളാണ് എന്നേക്കാൾ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു ദിവസമാണ് എന്നെ പോസ്റ്റ് ചെയ്യിപ്പിച്ചത്. ഞാൻ ഇതുവരെ ലൈഫിൽ ഇത്രയും ആളുകളെ പോസ്റ്റ് ചെയ്യിപ്പിച്ചതിന്റെ മൊത്തം ഒറ്റയടിക്ക് ചേർത്തിട്ട് എനിക്ക് ഇന്ന് കിട്ടി. അത് ഞാൻ മറക്കില്ല. അപ്പൊ എന്തായാലും വളരെ സന്തോഷം എനിക്കാണ്. അപ്പൊ ഇത്രയും നേരം ഞങ്ങൾ രണ്ടുപേരും സഹിച്ചതിന് എല്ലാ ബി4ന്റെ ആരാധകർക്കും താങ്ക് യു ആൻഡ് ലവ് യു. ഓക്കെ, ബൈ.